കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഞാൻ ഒരു പെറ്റീഷൻ എന്നുള്ള രൂപത്തിൽ ഒരു ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിധി അത് ജനം മുഴുവൻ അറിഞ്ഞതാണ്. ഈ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ വെച്ച് ആ മാധ്യമങ്ങൾ മുഴുവൻ എല്ലാ മാധ്യമങ്ങളിൽ കൂടിയും ഈ കോർപ്പറേഷനെതിരെ ഇങ്ങനെ 20 പേരെ സംബന്ധിച്ചുള്ള കേസ് റെഡ് പെറ്റീഷൻ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അറിയാതെ ഈ കാര്യങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇതിനകത്ത് എന്റെ പ്രൊട്ടസ്റ്റും അതുപോലെ തന്നെ എന്റെ ഒബ്ജക്ഷനും ഇതിനകത്ത് ഈ പറയുന്ന കൗൺസിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടു പോകുന്നതിനകത്ത് റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ കാര്യത്തിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ശ്രീ ദീപത്തോട് സൂചിപ്പിച്ചത് ഒരു കോടതിയിലെ ഒരു റിട്ട് ഫയൽ ചെയ്താൽ അതിന്റെ വിധിയും ദീപക്ക് തന്നെ പ്രഖ്യാപിക്കുകയാണോ എന്ന് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുക. ഒരു റിട്ട് ഫയൽ ചെയ്തു അതിന്റെ അംഗങ്ങൾക്ക് നോട്ടീസ് നാളിതുവരെ ലഭിച്ചിട്ടില്ല. സ്റ്റാൻഡിംഗ് കൗൺസിലിന് ഒരു നോട്ടീസ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാം അയോഗ്യതയാണ് എന്ന് വിചാരിക്കുന്ന അങ്ങ് വളരെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് അമിതമായിട്ട് അങ്ങോട്ട് സൂചിപ്പിക്കാം. ഒരു കേസ് ഒരാളിന് ഏത് വ്യക്തിക്കും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജില്ലാ കോടതിയിലും ഒക്കെ ഏത് വിഷയത്തെ സംബന്ധിച്ചും കൊടുക്കാം. കോടതിയുടെ വിധി വരട്ടെ, അല്ലെങ്കിൽ കോടതിയുടെ ഒരു ഡയറക്ഷൻ ഇന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയല്ല എങ്കിൽ മറ്റൊരു സത്യപ്രതിജ്ഞ കൂടി ചെയ്യണം. അല്ലാതെ ഇവിടെ ആരെയും തൂക്കിക്കൊല്ലാനായിട്ട് വിധിക്കാൻ ഇവിടെ നിയമമില്ല എന്ന് ശ്രീ ദീപക്ക് മനസ്സിലാക്കണം. ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ ഒരു ഫയൽ ചെയ്തു നോക്കട്ടെ, കോടതി എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അല്ലാതെ ചില കാര്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നമുക്ക് ഇന്നുവരെ നഗരസഭയുടെ ചരിത്രത്തിലില്ലാത്ത ഇതുപോലുള്ള ചരിത്രങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പല ആളുകളും കേസുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൊക്കെ നിരവധി കേസുകളുമായിട്ട് പലരും പോയിട്ടുണ്ട്. ആ കേസുകൾക്കൊക്കെ തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ആ തീർപ്പുകളൊന്നും തന്നെ ആ നിലവിലുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷമുള്ള അവരെ അയോഗ്യരാക്കിക്കൊണ്ടുള്ള ഒരു ചരിത്രവും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിലെ ഹൈക്കോടതിയുടെ ചരിത്രത്തിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടട്ടെ, നമ്മൾ അതിന് ഹൈക്കോടതിയിൽ മറുപടി കൊടുത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചോളാം. അങ്ങ് ഇപ്പൊ ഒരു വിധി പ്രസ്താവന വേണ്ട. അല്ല, ബഹുമാനപ്പെട്ട ഗിരി കൗൺസിലർ ഹൈക്കോടതിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നൊക്കെ ചോദിക്കുന്നതായിട്ട് അദ്ദേഹം ഒരു ജനപ്രതിനിധി ആകുന്നതിനോടൊപ്പം തന്നെ അഭിഭാഷകനും കൂടിയാണ്. നിലവിൽ നമ്മൾ കോടതികളിൽ ഏത് കേസ് ഫയൽ ചെയ്താലും ഒരു ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ നേരത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കോപ്പി കൊടുത്തു കഴിഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്യാറ്. അതിന് ഉത്തരവ് വന്നപ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം കോർപ്പറേഷന് ആ വിഷയത്തെക്കുറിച്ച് അറിവുണ്ടായി. വ്യക്തിപരമായ ഓരോരുത്തർക്കും അതിന്റെ നോട്ടീസ് സെർവ് ചെയ്തു എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനെ അത് സംബന്ധമായിട്ടുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൈപ്പറ്റി ബഹുമാനപ്പെട്ട സെക്രട്ടറിയും താഴോട്ടും കൊടുത്തിട്ടുണ്ടാവും. അത്തരത്തിലൊരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് കരഘോഷങ്ങൾക്ക് അന്ന് ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വീണ്ടുമുള്ള സമയത്ത് തന്നെ ഇത് സൂചിപ്പിച്ചിരുന്നു. ഇവിടെ പല നഗരസഭകളിലും പഞ്ചായത്തിലും ഒക്കെ നടന്ന കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. ആരും ഇവിടെ അയോഗ്യരായിരുന്നു എന്നല്ല ഇവിടെ സൂചിപ്പിച്ചത്. നിയമപരമായി മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് ഓത്ത് റൂൾസ് അനുസരിച്ച് ഒരാൾ എടുക്കേണ്ട സത്യപ്രതിജ്ഞയിൽ ലംഘനമുണ്ടായി. സ്വാഭാവികമായി അന്നത് സൂചിപ്പിച്ചപ്പോൾ അന്ന് അവിടെ ഇരുന്ന കളക്ടർ പറഞ്ഞു നിങ്ങൾ കോടതിയെ സമീപിക്കാൻ. കോടതിയെ സമീപിച്ചു. കോടതിയിൽ ഉണ്ടായ ആദ്യത്തെ പ്രൈമഫസി ഓർഡറാണ് ഇവിടെ, ഇന്റർവ്യൂ ഓർഡറാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതിന് ഇത്രയും വലിയ സംസാരവും നടത്തേണ്ട ആവശ്യമില്ല. അത് സൂചിപ്പിച്ചതും അത് ഇവിടുത്തെ കോർപ്പറേഷൻ അറിവുണ്ടായതും ഒക്കെ ബോധ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെ മുന്നോടിക്കാമെന്നുള്ളതല്ല, നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു കൗൺസിൽ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ വിഷയം സൂചിപ്പിച്ചത്. നമുക്ക് അടുത്ത ഇതിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് സമയം ഇടപെടുന്നത് നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലാതെ ആരെയും തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഈ കാര്യത്തിനകത്ത് ഇടപെടുന്നത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഈ ഉത്തരവാണ് വായിക്കുന്നത്. പ്രൈമ ഫേസ്, അതായത് പി കുഞ്ഞികൃഷ്ണൻ സാർ ജഡ്ജിയുടെ ഓർഡറാണ്, എന്റെ ഓർഡർ അല്ല. പ്രൈമ ഫേസ് ഐ എം ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് ആൻ arguable case is made by the petitioner, therefore the writ petition is submitted. Right? രണ്ടാമത്തെ കാര്യം, the Lord Council for the State Election Commission take notice for the first respondent. State Election Commission notice എടുത്തിട്ടുണ്ട്. The Lord Council pleader takes notice for the respondent number 2 and 24. രണ്ടും 24 നോട്ടീസ് എടുത്തിട്ടുണ്ട്. The Standing Council for the Corporation take notice for the third respondent. അതും എടുത്തിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ. ഇഷ്യൂ അർജന്റ് നോട്ടീസ് ടു റെസ്പോണ്ടന്റ്
4 to 23. The oath taken by the respondent number 4 to 23 will be subject to the result of the writ petition. ആ ബഹുമാനപ്പെട്ട ജഡ്ജി അവിടെ നടത്തിയിട്ടുള്ള കമന്റ് ഞാൻ ഈ വേദിയിൽ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ചട്ടലംഘനമാണ് ഈ നടന്നിട്ടുള്ളത്. ആ ചട്ടലംഘനം പോയിന്റ് ഔട്ട് ചെയ്യാനും അത് തിരുത്തണം എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അതല്ലാതെ ഇതിന്റെ ആദ്യത്തെ യോഗത്തിനകത്ത് ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ്, രേഖാമൂലം കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ കണക്ട് ചെയ്തിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം നിരവധി കേസുകൾ ഈ കാര്യത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ക്ലിയർ കേസാണ്. അത് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. ഇവിടെ നിയമലംഘനമായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അത് പോയിന്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഉത്തരവാദിത്വമാണെന്നുള്ളത് കൊണ്ടാണ് ആ കാര്യത്തെ സംബന്ധിച്ച് ഈ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ശരി.